പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സിന് ചേരും എന്ന കൺഫ്യൂഷൻ പല കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കാണും. എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള കഴിവുകളോ താല്പര്യങ്ങളോ അല്ല ഉള്ളത്. പല കുട്ടികൾക്കും മാത്സിൽ താല്പര്യം കാണുകയില്ല, ഇല്ലെങ്കിൽ ലാബ് ചെയ്യാനുള്ള ഇഷ്ടം അവർക്കുണ്ടായിരിക്കില്ല, റെക്കോർഡ് ബുക്കുകൾ വരയ്ക്കാൻ എഴുതാൻ ഒന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല. മെഡിസിനും എഞ്ചിനീയറിംഗും മാത്രമല്ല, മറ്റ് പല കോഴ്സുകളുടെയും വാതിലുകൾ മലക്ക തുറന്ന് കിടക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക്. അവർക്കിഷ്ടമുള്ള കോഴ്സ് അവരുടെ താല്പര്യപ്രകാരം അവർക്ക് ചെയ്യാവുന്നതാണ്. ഏത് കോഴ്സ് ചെയ്താലും ആ കോഴ്സിൽ പാസ്സാവണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് എല്ലാ കുട്ടികളും ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട 4 കോഴ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി, പിന്നെ 5 വർഷ LLB കോഴ്സ്. അതിൻ്റെ എൻട്രൻസിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ക്ലാറ്റ് എന്നാണ് അത് പറയുന്നത്. അപ്പം ഈ പറയുന്ന 4 കാര്യങ്ങളെപ്പറ്റി ഇവിടെ നമുക്ക് പ്രതിപാദിക്കാം. ആദ്യം നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി നമുക്കിവിടെ നോക്കാം. അതിന് നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. ആദ്യം ഇതാണ് CAയുടെ വെബ്സൈറ്റ്, ICAI.org എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അത് നിങ്ങൾക്കിവിടെ കാണാം. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ CAയുടെ ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു 4 മാസത്തെ കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 4 സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റിൻ്റെ എക്സാംസ് പാസ്സായി കഴിഞ്ഞാൽ, അത് പാസ്സായി പ്ലസ് ടുവും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഈ 2 സർട്ടിഫിക്കറ്റിൻ്റെയും ബലത്തിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 6 സബ്ജക്റ്റുകളാണ് ഇപ്പോഴുള്ളത്. അത് 2 ഗ്രൂപ്പുകളായിട്ടാണ്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. അത് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊല്ലത്തെ ഇൻറ്റേൺഷിപ്പ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഇൻറ്റേൺഷിപ്പ് ഇല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് നമ്മൾ ഏതെങ്കിലും രജിസ്റ്റേർഡ് CAയുടെ താഴെ വേണം ചെയ്യാനായിട്ട്. അതിന് സ്റ്റൈപ്പൻറ്റും കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കിനി നോക്കാം ഇത് എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ചേരുന്നതെന്നും അതിൻ്റെ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ന്യൂ സ്കീം പറയുന്നുണ്ട്. അതിൽ പ്രോസ്പെക്ടസിനകത്ത് നമുക്ക് കയറാം. പ്രോസ്പെക്ടസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിൽ പ്രോസ്പെക്ടസിൽ പറയുന്നത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ 20 ഫൗണ്ടേഷൻ കോഴ്സ് 21ാമത്തെ പേജിൽ ഫൗണ്ടേഷൻ കോഴ്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഫൗണ്ടേഷൻ കോഴ്സ് 4 സബ്ജക്റ്റിലാണ് പറയുന്നത്. അക്കൗണ്ടിങ്, ബിസിനസ് ലോസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ബിസിനസ് എക്കണോമിക്സ്. 4 പേപ്പറിലാണ് പാസ്സാവേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് ഇത് പാസ്സായി പ്ലസ് ടുവും പാസ്സായി കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കോഴ്സിൽ പാസ്സാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഉണ്ട്. ഓക്കെ, ഗ്രൂപ്പ് 1 അഡ്വാൻസ് അക്കൗണ്ടിങ്, പിന്നെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്, പിന്നെ ടാക്സേഷൻ, പിന്നെ ഗ്രൂപ്പ് 2ൽ 4 സബ്ജക്റ്റുകളുണ്ട്. പിന്നെ ഫൈനൽ കോഴ്സ് ഇതുണ്ട്. ഇതെല്ലാം നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ CA ആവുകയുള്ളൂ. ഓക്കെ, അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ഈ CA ആവാനായിട്ട് 2 വഴികളുണ്ട്. ഡയറക്റ്റ് എൻട്രി വഴികളുണ്ട്. അത് ഡിഗ്രിക്കാർക്ക് മറ്റുള്ള ഡയറക്റ്റ് എൻട്രി വഴിയും, ഇല്ലാതെ പ്ലസ് 2 കഴിഞ്ഞവർക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ വഴികളുമുണ്ട്. നമ്മൾ ആ വഴിയെപ്പറ്റിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ റൂട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഫൗണ്ടേഷൻ റൂട്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് 10 എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ പ്ലസ് 2 എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ എക്സാം നമുക്ക് ഉണ്ട്. ജൂണിൽ എക്സാം കാണും. ഓക്കെ, നമ്മൾ ജൂണിലും ഡിസംബറിൽ 2 എക്സാമാണ് ഇവിടെ നടത്തുന്നത്. അത്
4 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ എക്സാം എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പാസ് ഇൻ ക്ലാസ് 12 ആൻഡ് ഫൗണ്ടേഷൻ എക്സാം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ എക്സാമിനേഷനും പാസ്സാവണം, +2 പാസ്സാവണം. 2 പാസ്സായി കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കോഴ്സിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ നേരിട്ട്. അത് കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയർ സെയിം ആണ്. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് എൻട്രി റൂട്ടായാലും ഫൗണ്ടേഷൻ റൂട്ടായാലും ഒരേ റൂട്ടിലായിരിക്കും നിങ്ങൾ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ സൈറ്റിൽ തന്നെ ഉണ്ട്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഹൗ മെനി ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ജനറേറ്റീവ് AI അനുസരിച്ച് മനസ്സിലാക്കുന്നത് 4,14,000 ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. പക്ഷേ എത്ര കമ്പനി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കമ്പനി 28 ലക്ഷം കമ്പനികളുണ്ട്. ഈ 28 ലക്ഷം കമ്പനികൾക്കും അതിൽ ആക്റ്റീവ് കമ്പനികൾ തന്നെ 18 ലക്ഷമുണ്ട്. പക്ഷേ 4 ലക്ഷം CMമാരേ ഉള്ളൂ. അതിൽ മനസ്സിലാക്കുന്നത് വെച്ചാൽ എല്ലാ കമ്പനിക്കും എല്ലാ വർഷവും ഓഡിറ്റിംഗ് നടത്തണം. അത് മാൻഡേറ്ററി ആണ് കമ്പനികൾക്ക്. അത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിന് CA സൈൻ ചെയ്താൽ മാത്രമേ ആ പേപ്പറിന് വാലിഡിറ്റി ഉള്ളൂ, ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പം വളരെ കുറച്ച് CMമാരേ ഉള്ളൂ. ഇത്രയും CA പോരാ. അപ്പം 2030 ആകുമ്പം ഉദ്ദേശിച്ച 30 ലക്ഷം CMമാരുടെ ആവശ്യം വരും എന്നാണ് ഒരു കണക്ക് പറയുന്നത്. ICAI തന്നെ എടുത്തൊരു കണക്ക് പ്രകാരം പറയുന്നത് ഉദ്ദേശിച്ച 30 ലക്ഷത്തോളം. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ലോകത്തിൽ തന്നെ വൻ ശക്തികളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു 5 കൊല്ലം കൊണ്ട് നല്ലതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വരികയും ധാരാളം കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. വളരെയധികം ടേൺ ഓവറുള്ള കമ്പനികൾ ധാരാളം വരും. അപ്പം ധാരാളം CAകളെ നമുക്കിവിടെ ആവശ്യമുണ്ട്. മാത്രമല്ല വളരെ കുറച്ച് CA ഉള്ളൂ. പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. എല്ലാവരും ഒന്നും CA പാസ്സാകുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പാസ്സാകുന്നുള്ളൂ. അതുകൊണ്ട് CA എന്നതിന് വളരെ വലിയ ഒരു ചാൻസാണുള്ളത്. ഒരു CAക്കാരൻ ഒരു നല്ല കമ്പനിയിൽ പാസ്സായി കഴിഞ്ഞ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ഉദ്ദേശം നല്ല കമ്പനിയാണെങ്കിൽ ഉദ്ദേശം 1 ലാഖിനടുത്ത് സാലറി ആയിട്ട് കിട്ടുന്ന കാര്യം തുടക്കത്തിൽ തന്നെ. നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഒരു 4 കൊല്ലം കൊണ്ട് CA എടുക്കാവുന്നതാണ്. എടുക്കാൻ പറ്റും. പലരും അതിൽ കൂടുതൽ എടുക്കാറുണ്ട്. 4 കൊല്ലം കൊണ്ടോ ഇല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് എടുക്കുന്നൊരു ധാരാളം പേരുണ്ട്. 22 വയസ്സ് ഒക്കെ ആകുമ്പോൾ ഒരു CAക്കാരനായിട്ട് ഇറങ്ങാൻ പറ്റും. CAക്കാരന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷത്തിന് മുകളിൽ സാലറി 22 വയസ്സിൽ കിട്ടുക എന്നൊരു നല്ല കാര്യമാണ്. ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡിൽ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് CA എന്ന് പറയുന്നത്. പല കുട്ടികളും ചെയ്യുന്നത് പ്രൈവറ്റായിട്ട് ഡിഗ്രിക്ക് പഠിക്കുകയും CA ഫൗണ്ടേഷൻ പാസ്സായി ഇൻ്റർമീഡിയറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്ന പല കുട്ടികളുണ്ട്. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഡിഗ്രി കിട്ടുകയും ചെയ്യും, അതോടൊപ്പം തന്നെ അവർക്ക് CA പാസ്സാവുകയും ചെയ്യാം. അപ്പോൾ ഒരു 22-23 വയസ്സാകുമ്പോഴത്തേക്ക് CA പാസ്സാവും, ഡിഗ്രിയും കിട്ടും. ഡിഗ്രി നേരത്തെ കിട്ടും, ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ CA വളരെ നല്ലൊരു ഓപ്ഷൻ. രണ്ടാമതൊരു കോഴ്സാണ് ICSI നടത്തുന്ന, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ നടത്തുന്ന CS കോഴ്സ്. CS കോഴ്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഉദ്ദേശിച്ച 28 ലക്ഷം കമ്പനികളുണ്ട് ഇവിടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 18 ലക്ഷത്തോളം കമ്പനികൾ ആക്റ്റീവാണ്. കമ്പനീസ് ലോ അനുസരിച്ച് 10 കോടിയിൽ മുകളിൽ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള എല്ലാ കമ്പനികൾക്കും കമ്പനി സെക്രട്ടറി മാൻഡേറ്ററിയാണ്. അവർക്ക് അവരുടേതായ കമ്പനി സെക്രട്ടറി ഉണ്ടായിരിക്കണം. പെയ്ഡപ്പ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിലുള്ള എല്ലാ കമ്പനികൾക്കും കമ്പനി സെക്രട്ടറീസ് ഉണ്ടായിരിക്കണം. മൊത്തം കമ്പനി സെക്രട്ടറീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഉദ്ദേശിച്ച് 70,000 കമ്പനി സെക്രട്ടറീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ ഉദ്ദേശം 12,000 കമ്പനി സെക്രട്ടറീസേ ആക്റ്റീവായിട്ടുള്ളൂ. വളരെയധികം ഷോർട്ടേജ് കമ്പനി സെക്രട്ടറീസിനുണ്ട്. കമ്പനികൾ കൂടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
എത്രത്തോളം സി എസ് വേണം, അതുപോലെ സി എസ് വേണം. അപ്പോൾ ഇതാണ് സ്ഥിതി. അതുകൊണ്ട് സി എസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ മൊത്തം കാര്യങ്ങൾ നോക്കേണ്ട ആളാണ്. അപ്പം സി എസിൻ്റെ കമ്പനി സെക്രട്ടറി സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ പല പേപ്പറുകളും നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സി എം എയിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. എം സി എൽ, സി എം എൽ, എം സി എ, സോറി. അപ്പം എം സി എല്ലേക്ക് മിനിസ്റ്റർ ഓഫ് കമ്പനി അഫയേഴ്സിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ സി എസ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഒരു കമ്പനിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് സി എസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഗവൺമെൻറ്റുകളിലും ഗവൺമെൻറ് കമ്പനി ധാരാളം ഉണ്ട്, ഗവൺമെൻറ് ജോലിക്കും ധാരാളം സാധ്യതയുള്ളതാണ്. സി എയും സി എസും സി എം എയും എല്ലാം ധാരാളം സാധ്യതകൾ അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ എങ്ങനെയാണ് സ്റ്റുഡൻസ്, നമുക്ക് സോഴ്സിൽ നോക്കാം എങ്ങനെയാണ് സി എസ് കോഴ്സിൽ +2 കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. സി എസ് കോഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, CSEET എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ടെസ്റ്റാണ് ഉള്ളത്. അത് കഴിഞ്ഞ് സി എസ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുണ്ട്. അതിൽ 7 പ്രോഗ്രാം. അത് നമ്മൾ ഇന്ന് പറയും ഇൻ്റർപോലാണ്. ഈ സി എയുടെ ഇൻ്റർ പോലെ സി എസ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞാൽ സി എയുടെ ഫൈനൽ പോലെ സി എസ് പ്രൊഫഷണലാണ്. അങ്ങനെയാണത് വരുന്നത്. ഇതിനകത്ത് സി എസ് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് CSEET എന്ന് പറയുന്ന കോഴ്സാണ്. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. അപ്പം നമ്മൾ +2 പാസ്സാവുകയും ഈ എൻട്രൻസ് കോഴ്സ് പാസ്സാവുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കോഴ്സിലേക്ക് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ 4 സബ്ജക്റ്റാണ് ഉള്ളത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ 31 മെയ് ആണ് സാധാരണ ഈ പറയുന്ന എക്സാം നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഇവിടെ ഫീസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 20,000 rupees ഫീസ് അതിനകത്ത് വരും. ഇത് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് ഇത് സി എസ് പ്രൊഫഷണൽ പ്രോഗ്രാമിൻ്റെ കാര്യമാണ്. മറ്റത് സി എസ് നമ്മൾ പറഞ്ഞ കോഴ്സ് ഇതാണ് സി എസ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. ഇത് സോറി ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. ഇത് സി എസ് പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. സി എസ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം 2,000 രൂപയുള്ളൂ. ഇത് സി എസ് പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. സി എസ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഇൻ്റർന് ഇത് ഫൈനൽ പ്രോഗ്രാമിനാണ് 20,000 ഉള്ളത്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് 16,500 രൂപയും ഈ പറയുന്ന +2 കഴിഞ്ഞുള്ളതിന് 2,000 രൂപയുള്ളൂ. പറഞ്ഞു തെറ്റിപ്പോയതാണ്. ഓക്കെ, അതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സൈറ്റിൽ കിട്ടുന്നുണ്ട്. ICSI.edu എന്നാണ് സൈറ്റിൻ്റെ പേര്. ICSI.edu എന്നാണ് സൈറ്റിൻ്റെ പേരുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ അതിനകത്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോഴ്സ് നമുക്ക് പറയുന്നത് CMA ആണ്. ഓക്കെ, CMA എന്ന് പറയുമ്പം സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ് CMA എന്ന് പറയുന്നത്. അത് ICMAയുടെ സൈറ്റാണിത്. ICMA.in എന്ന സൈറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ഈ മെയിനായിട്ട് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് പോലെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ഇൻഡസ്ട്രീസിനാണ് ഇത് ആവശ്യമുള്ളത്. അപ്പോൾ അത് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, പഴയ ICAA ആണ് ഇപ്പോഴത്തെ CMA എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോളാണ് ഇവിടുത്തെ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ 35 crore മുകളിൽ ടേൺ ഓവറുള്ള കമ്പനികൾക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഡിറ്റിങ് ആവശ്യമുണ്ട്, കോസ്റ്റ് ഓഡിറ്റിങ് ആവശ്യമുണ്ട്. കോസ്റ്റ് ഓഡിറ്റിങ് വേണമെന്നുള്ളത് CMA വേണം. CMA കോസ്റ്റ് ഓഡിറ്റിങ്ങിന് അത് ICMA പറയുന്ന സ്റ്റാൻഡേർഡ്സിലുള്ള ഓഡിറ്റാണ് നടത്തുന്നത്. അതിന് CMA സർട്ടിഫൈഡ് ആളുകൾ വേണം. എന്നിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവരാണിത് സൈൻ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള മാനുഫാക്ചറിങ് കമ്പനികൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. CMAയുടെ സൈൻ ആവശ്യമാണ് അവർക്ക്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് CMAക്ക് വേണ്ടത്. വലിയ വലിയ കമ്പനികളിലാണ് ഇത് ആവശ്യമുള്ള സാധാരണഗതിയിൽ. ഇവർക്കെല്ലാം പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ്.
ഈ പറയുന്ന പോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം, ഇല്ലെങ്കിൽ അവർക്ക് ഒരു സാലറി എംപ്ലോയ്ഡ് എന്ന രീതിയിൽ വേണമെങ്കിലും ജോലി ചെയ്യാവുന്നതാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഫൗണ്ടേഷൻ കോഴ്സിൽ CMA ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ക്ലാസ് 10 പാസ്സായി +2 പാസ്സാവണം. +2 പാസ്സായി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമുണ്ട്, ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാമുണ്ട്, ആ എക്സാം പാസ്സാവണം. അപ്പം അതിനുള്ള സബ്ജക്റ്റുകളും മറ്റുമുണ്ട്. ആ സബ്ജക്റ്റുകളുടെ ഒരു എക്സാമുണ്ട്. ആ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചേരാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ഈ CMA ഫൗണ്ടേഷന് ഉള്ള 4 കോഴ്സുകളാണുള്ളത്. ഈ 4 പേപ്പർ നമ്മൾ പാസ്സാവണം. അതിൻ്റെ കൂടെ +2 കൂടെ പാസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഫൈനൽ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ CAക്കോ ഇല്ലെങ്കിൽ CS ഉള്ള പോലെ തന്നെ 4 പേപ്പർ അതിനുള്ളത്. അപ്പോൾ ഇത് +2 ഇത് പാസ്സാക്കി കഴിഞ്ഞ് ഇതിന് അത് ഇപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്ത് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് ചേരാവുന്നതാണ്. +2 കഴിഞ്ഞിട്ട് പിന്നെ CMA ഫൗണ്ടേഷൻ കോഴ്സും കഴിഞ്ഞ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് കോഴ്സും അത് കഴിഞ്ഞ് ഫൈനൽ കോഴ്സും ചെയ്യേണ്ടതാണ്. ഇതിനെല്ലാം തന്നെ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടി വരും. എല്ലാത്തിനും ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. ഇപ്പം CMAക്ക് 15 മാസമാണ് ആർട്ടിക്കിൾഷിപ്പ് ഉള്ളത്. CAക്ക് 2 കൊല്ലമാണ് ആർട്ടിക്കിൾഷിപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കോഴ്സ് നമുക്കിവിടെ പറയാനുള്ളത് ക്ലാറ്റിൻ്റെ എൻട്രൻസിനെ പറ്റിയാണ്. ക്ലാറ്റ് എന്നാൽ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റാണ്. അത് 24 യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ലോ യൂണിവേഴ്സിറ്റികൾ ചേർന്ന് നടത്തുന്നതാണ്. കൺസോർഷ്യം ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് NLUs, ബാംഗ്ലൂരാണ് എൻ്റെ ആസ്ഥാനം. ഇവർ നടത്തുന്ന എക്സാമിനേഷനാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. 24 യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റികൾ, ഇതാണ് ഇതിൻ്റെ സൈറ്റ്, കൺസോർഷ്യം ഓഫ് NLUs.ac.in, അതാണ് അതിൻ്റെ സൈറ്റ്. ഓക്കെ, നമ്മൾ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24 യൂണിവേഴ്സിറ്റികൾ കാണാം. അതിൽ നമുക്കിവിടെ കേരളത്തിൽ കൊച്ചിയിലാണുള്ളത്, NUALS ആണുള്ളത് കൊച്ചിയിൽ. ഓക്കെ, അതിൻ്റെ വെബ്സൈറ്റും ബ്രോഷറും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLB ആയിരിക്കും കിട്ടുന്നത്, അത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിനും എൻട്രൻസ് എക്സാമിനേഷനുണ്ട്. അപ്പം ആ ക്ലാറ്റ് 2025 അപ്പം ആ എക്സാമിനേഷനുണ്ട്. അപ്പം നമുക്ക് ലോഗിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് പല സമയത്തായിട്ട് നടത്തുന്നുണ്ട് അത്. അപ്പോൾ അതിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് അതിൻ്റെ ഇപ്പോൾ എലിജിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്. എലിജിബിലിറ്റി +2 ആണ്. 45% മാർക്സ് ഓർ ഇക്വലൻ്റ് ഗ്രേഡ് ഉണ്ടായിരിക്കണം അതിന്. ഓക്കെ, അപ്പം അത് SC/STക്കും ഒക്കെ മറ്റ് മാർക്കുകളാണ്. അതിന് റിസർവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിന്. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സാം നമ്മൾ എൻട്രൻസ് എക്സാമാണ്. എൻട്രൻസ് എക്സാം പാസ്സാക്കി കഴിഞ്ഞ് നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് ആ വേണ്ട യൂണിവേഴ്സിറ്റിയിൽ ചേരാവുന്നതാണ്. ചേർന്ന് ആ കോഴ്സ് ഇത് ഒരു കോളേജിൽ പോയി പഠിക്കേണ്ട കോഴ്സാണ്, മറ്റതുപോലെയല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ CA, CMA, CS കോഴ്സുകൾ നിങ്ങൾ സ്വയം പഠിക്കേണ്ട കോഴ്സുകളാണ്, സെൽഫ് സ്റ്റഡിയാണ്. അതിന് ധാരാളം കോച്ചിങ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അവിടെ ചേർന്നൊക്കെ പഠിക്കാം. ഈ കോഴ്സ് അങ്ങനെയല്ല, ഇത് 5 വർഷം LLB ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രിയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് LLBയും കൂടെ കിട്ടുന്നതിന് ഇത് നിങ്ങൾ പോയി പഠിക്കുന്നതാണ്, കോളേജ് പോയി പഠിക്കുന്ന കോഴ്സ്. മറ്റത് 3 ഈ പറയുന്ന പോലെ നമുക്ക് സെൽഫായിട്ട് പഠിക്കേണ്ട കോഴ്സുകളാണ്. ഏത് കോഴ്സ് പഠിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് കോഴ്സ് പഠിച്ചാലും ആ കോഴ്സിൽ പൂർണ്ണമായിട്ടും നമ്മൾ താല്പര്യമെടുത്ത് പഠിച്ചാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഏത് കോഴ്സ് പഠിക്കുന്നു അതിൽ മാത്രമല്ല കാര്യം, ആ പഠിക്കുന്ന കോഴ്സ് താല്പര്യത്തോടെ പഠിച്ച് കംപ്ലീറ്റ് ആക്കുന്നതിലാണ് വലിയധികം കാര്യമിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ്. നിങ്ങൾക്ക് വേറെ ആരുടെയും താഴെ ജോലി ചെയ്യേണ്ട ആവശ്യം പോലും പലപ്പോഴും വരില്ല. 1-2 കൊല്ലം എക്സ്പീരിയൻസ് കിട്ടിയ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് ചെയ്ത് ധാരാളം നല്ല ശമ്പളത്തോടു കൂടി ജോലിക്ക് പോകണമെങ്കിൽ പോകാം. ഇതില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല പേരുണ്ടാക്കാവുന്ന കോഴ്സുകളാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 4 കോഴ്സുകളെ പറ്റിയാണ് പറഞ്ഞത്. ഇനിയും ധാരാളം കോഴ്സുകളുണ്ട്, അതിനെപ്പറ്റി നമ്മൾ അടുത്ത ഭാഗങ്ങൾ പറയുന്നതായിരിക്കും. താങ്ക് യു.